പൊതുവിൽ ഈ സർക്കാരിനെ കുറിച്ച് രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരും കാണുന്നൊരു കാര്യം, തുടർ ഭരണത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന ചുമതലകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു സർക്കാർ, പൂർത്തീകരിക്കാൻ കഴിയുന്ന സർക്കാർ, നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്ന സർക്കാർ, ആ തുടർ ഭരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു പൊതുവിലയിരുത്തൽ നിലനിൽക്കെ രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവർക്കും ഉള്ളപ്പോൾ തന്നെ ഈ സംസ്ഥാന സമ്മേളനം ഇടതുമുന്നണിക്കാകുകയും CPM നയിക്കുന്ന ഇടതുമുന്നണിക്ക് എന്ത് ദിശാബോധമാണ് പകരുക? പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കാലവുമാണല്ലോ. അല്ല, രാഷ്ട്രീയമായി സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രമേയം, അതിനനുസരിച്ചുള്ള നിലപാടുകൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. രണ്ട്, സംഘടനാ രംഗത്ത് എങ്ങനെ പുതിയ കാലത്തിൻ്റെ അനുസരിച്ചുള്ള രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞു, എങ്ങനെ കുറേ കൂടി കരുത്തുള്ളതായി മാറാൻ കഴിഞ്ഞു, അതെല്ലാം തന്നെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് നല്ല ഏകോപിതമായ രൂപത്തിലേക്ക് പാർട്ടി മാറി. അടിമുടി ഒരു ഏകശിലാരൂപമായി പാർട്ടി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്നുള്ളത്. രണ്ട്, ഭരണ തുടർച്ച സമൂഹത്തിലൊരു ആത്മവിശ്വാസം പകർന്നു നൽകിയിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അത് കൂടുതൽ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരുന്നത്. ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ തന്നെ ഒരു തുടർ ഭരണം എന്നുള്ളത് സൃഷ്ടിക്കാനിടയുള്ള തെറ്റായ പ്രവണതകളൊക്കെ കടന്നു വരാനിടയുള്ള ആ സാഹചര്യത്തെയും പാർട്ടി മുൻകൂട്ടി തന്നെ കാണുകയുണ്ടായി. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ അനുഭവങ്ങൾ, ബംഗാൾ അനുഭവങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് എങ്ങനെയായിരിക്കണം നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്നൊരു രേഖ കഴിഞ്ഞ പാർട്ടി സമ്മേളനം അംഗീകരിച്ചത്. ആ രേഖ നടപ്പിലാക്കുന്നതിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ഒരു നവകേരളത്തിൻ്റെ പുതുവഴികൾ രേഖ എന്ന നിലയിൽ പാർട്ടി അംഗീകരിക്കാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള ചർച്ചകൾ നടന്ന് ആ രേഖ പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു മാർഗ്ഗരേഖയായി എല്ലാവരുമായി ചർച്ച ചെയ്ത് അവരുടെ കൂടി അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് അത് മാറേണ്ടതുണ്ട്. ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, നവീകരിക്കുക, അതിനനുസരിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പല പ്രദേശങ്ങൾ, അത് ബംഗാളിലാവട്ടെ, ത്രിപുരയിലാവട്ടെ, ലോകദേശീയ സാഹചര്യത്തിലേക്ക് പോയാൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, ഇതൊക്കെ ഈ സമ്മേളനത്തിലടക്കം വന്നിരിക്കുന്ന സഖാക്കളുടെ ഒരു ആശങ്കയാണോ, പ്രതിനിധികളുടെ ആശങ്കയാണോ? അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ പ്രതിനിധികൾ, താഴെത്തട്ടിൽ നിന്ന് ജനങ്ങളോടൊപ്പം സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണല്ലോ ഈ പ്രതിനിധികളായി വരുന്നത്. അവർക്ക് മിനിസ്റ്റർ പറഞ്ഞ തരം ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടോ? ചർച്ചകളിൽ അത്തരം ഈ ഒരു സംഘർഷം ഉണ്ടല്ലോ, മുന്നോട്ട് പോകുമ്പോൾ തന്നെ പാർട്ടി സംഘടനയെ സംരക്ഷിച്ചു നിർത്തുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആശങ്ക പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അല്ല, അങ്ങനെയല്ലല്ലോ. പാർട്ടി തന്നെ കഴിഞ്ഞ നയരേഖ അംഗീകരിക്കുന്നതും അത്തരത്തിലുള്ള സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. എന്നാൽ ഒരു പുതിയ അനുഭവമാണ് തുടർ ഭരണം എന്നുള്ളത്. ആ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആ തീരുമാനങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം, കുറേ കൂടി ജനങ്ങളിലേക്ക് പുതിയ കേരളത്തെ ശക്തിപ്പെടുത്തി ആധുനിക പുരോഗമന മതനിരപേക്ഷ വ്യവസായ കേരളം, അതാണ് പ്രകാശ് കാരാട്ടിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ അവസാനത്തെ വാചകതാണ്. ആ രൂപത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കാനാണ് ഇപ്പോൾ ഈ രേഖയും ശ്രമിക്കുന്നത്. ഈ കാരാട്ടിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിയോ ഫാസിസം, ആ പ്രവണതകളെക്കുറിച്ച് പറയുന്നതായിരുന്നു. അതിനെ പ്രതിപക്ഷ നേതാവ് എടുത്തൊന്ന് പ്രയോഗിക്കാൻ ഉദ്ഘാടന ദിവസം ശ്രമിച്ചു. പക്ഷേ അതിനെ വിശദീകരിച്ചതോടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത, അല്ലെ ഏതെങ്കിലും തരത്തിൽ അതിനകത്തൊരു വിയോജിപ്പും തർക്കവും അഭിപ്രായ വ്യത്യാസവും പറയാൻ കഴിയാത്ത നിലയിൽ അവർ മാറിയിട്ടുണ്ടോ? പിന്നീട് അതേക്കുറിച്ചൊന്നും കേട്ടില്ല. അതൊന്നും മനസ്സിലാകാതെയുള്ള പ്രതികരണങ്ങളാണ്. അപ്പോൾ അത് വായിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വായിക്കാതെ തന്നെ ഉള്ളടക്കം മനസ്സിലാക്കാനുള്ള അസാധാരണ സിദ്ധിയുള്ള ആളുകളുടെ പ്രചാരവേലയായിട്ടാണ് അത് വന്നിരുന്നത്. എന്നാൽ പ്രകാശ് കാരാട്ടിൻ്റെ ഉദ്ഘാടന പ്രസംഗം അതിനകത്ത് നല്ല വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകളും പ്രശ്നത്തെ ശരിയായി മനസ്സിലാകാതെ, ചിലതാണെങ്കിൽ തെറ്റായ രൂപത്തിലാണ്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുമ്പോൾ അവിടെ നടക്കാത്ത കാര്യം പോലും ചർച്ചകളായിട്ട് അവതരിപ്പിക്കും. രേഖയിലെ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കും. ഇപ്പോൾ PPP പാടുമോ ഇല്ലയോ, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്ത് അംഗീകരിച്ചു വരേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നാം കാണേണ്ടത്, ആദ്യത്തെ ഗവൺമെൻറ് അധികാരമേറ്റപ്പോൾ അന്ന് PPP എന്നുള്ളതൊന്നും തന്നെ പരിചിതമായ പദമേ അല്ല. പക്ഷെ അന്ന് EMS പറഞ്ഞു, വ്യവസായങ്ങൾ ആരംഭിക്കുമ്പോൾ സ്വകാര്യ വ്യവസായങ്ങളാണെങ്കിൽ അതിനകത്ത് ഒരു ഷെയർ, ഓഹരി ഗവൺമെൻറ് എടുക്കണം. അപ്പോൾ PPP ആണ് സ്വകാര്യ കമ്പനികളിൽ. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നു, പുതിയ സാഹചര്യം. ആ ഘട്ടത്തിൽ ഇന്ത്യക്കകത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വ്യവസായം വരണമെങ്കിൽ സംരംഭകർക്ക് ആത്മവിശ്വാസം പകരാൻ കഴിയണം. അതുകൊണ്ട് അന്ന് സ്വകാര്യ വ്യവസായശാലകളിൽ തന്നെ സർക്കാർ ഓഹരി എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ തന്നെ ജോയിൻറ്റ് വെഞ്ചറുകൾ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ
പലയിടത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ KAL ഒരു JVയിലേക്ക് പോയി. കെൽട്രോൺ പല JVയിലും വരുന്നുണ്ട്. KSIDC അത്തരം ഒരു സർക്കാർ സംവിധാനമല്ലേ? KSIDC ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്രൊമോഷൻ അത്തരം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന നിലയിൽ ഇടപെടാറില്ലേ? ഇക്വിറ്റികൾ എടുക്കും. അത് ഗവൺമെൻറ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇക്വിറ്റികൾ എടുക്കുന്നതാണ്. അതെല്ലാം ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. അന്നൊന്നും PPP എന്നുള്ളത് നമ്മുടെ ഒരു പുതിയ ആ പദം പോലും നമ്മുടെ സമൂഹത്തിനകത്ത് വന്നിരുന്നില്ല. ആ ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്കകത്ത് എങ്ങനെ ഒരു ബദൽ നയം നടപ്പിലാക്കാൻ കഴിയും, ഒരു വികസിത നയം എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും, അതാണ് ഈ രേഖയും അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു ശ്രമം എന്നുള്ളത്. മീൻസ് ഇപ്പോൾ